നമസ്കാരം. കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് ടുഡേയ്സ് ചാണക്യ എക്സിറ്റ് പോൾ പ്രവചനം. UDF വിജയത്തിലേക്ക് നീങ്ങുമ്പോഴും LDFുമായുള്ള വിജയ മാർജിൻ വളരെ കുറവായിരിക്കുമെന്ന് ടുഡേയ്സ് ചാണക്യ പ്രവചിക്കുന്നു. ചാണക്യയുടെ പ്രവചനം എങ്ങനെയാണ്? UDFന് 40% വോട്ട് വിഹിതത്തോടെ 69 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. അതായത് UDFന് 60 മുതൽ 78 സീറ്റുകൾ വരെ ലഭിക്കാം. LDFിന്റെ കാര്യത്തിലെ പ്രവചനം ഇങ്ങനെ: 38% വോട്ട് വിഹിതത്തോടെ 64 സീറ്റുകൾ നേടുമെന്നാണ് കണക്കാക്കുന്നത്. 55 മുതൽ 73 സീറ്റുകൾ വരെ LDFിനും ലഭിക്കാൻ സാധ്യതയുണ്ട്. NDA 20% വോട്ട് വിഹിതം നേടുമെന്ന് പ്രവചിക്കപ്പെടുന്ന BJP സഖ്യം 7 സീറ്റുകൾ വരെ പിടിച്ചേക്കാം. 3 മുതൽ 11 സീറ്റുകൾ വരെ BJPക്ക് ലഭിക്കാം എന്നാണ് ചാണക്യ പറയുന്നത്. അതേസമയം കേവലം ഭൂരിപക്ഷത്തിന് വേണ്ട 71 സീറ്റുകളിലേക്ക് UDFും LDFും ഒരുപോലെ കണ്ടുവെക്കുമ്പോൾ ഓരോ സീറ്റും നിർണായകമാകും. ചാണക്യയുടെ പ്രവചന പരിധി കണക്കിലെടുക്കുമ്പോൾ LDFും UDFും ഒരുപോലെ ഭരണത്തിലെത്താൻ സാധ്യത ധാരാളമായുണ്ട്. UDFിന്റെ വിജയ സാധ്യത ഉയർന്നു നിൽക്കുമ്പോഴും ഭൂരിപക്ഷം കുറവാകാമെന്ന സൂചനയാണ് നൽകുന്നത്. UDFിന് 69 സീറ്റുകൾ കൂടുതലോ കുറവോ അത് 9 സീറ്റുകൾ ലഭിക്കാം. LDFിന് 64 സീറ്റുകളും ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. ഇത് UDFിനെ 60 മുതൽ 78 വരെ സീറ്റുകളുടെ പരിധിയിലും LDFിന് 55 മുതൽ 73 സീറ്റുകളുടെ പരിധിയിലുമാണ് എത്തിക്കുന്നത്. 140 അംഗങ്ങളുള്ള നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 71 സീറ്റുകളാണ്. സംസ്ഥാനത്ത് BJP തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ചാണക്യ പ്രവചിക്കുന്നു. BJPക്ക് 7 സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത. അതായത് 3 മുതൽ 11 സീറ്റുകൾ വരെയാണ് പ്രവചിക്കപ്പെടുന്ന പരിധി. ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനങ്ങൾ പ്രകാരം UDF 40% വോട്ട് വിഹിതം നേടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 69 ഒപ്പം 9 സീറ്റുകളായി മാറാം. 38% വോട്ട് വിഹിതവും 64+9 സീറ്റുകളുമായി LDF തൊട്ടു പിന്നാലെയുണ്ട്. BJP സഖ്യം 20% വോട്ട് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 7 മുതൽ കുറഞ്ഞത് 4 സീറ്റുകൾക്ക് കാരണമായേക്കാം എന്നുള്ളതാണ് പറയുന്നത്. മറ്റു പാർട്ടികൾ 2% എന്നും പറയുന്നുണ്ട്. വോട്ട് വീതം നേടുമെന്നാണ് സീറ്റുകളുടെ എണ്ണം. എന്തായാലും വലിയ തോതിൽ പ്രവചിക്കുന്നുണ്ട്. മറ്റ് ഏജൻസികളുടെ പ്രവചനങ്ങൾ ഇങ്ങനെയായിരുന്നു. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും UDF മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. വാട്ട്, വൈബ്, മാട്രിക്സ്, JVC, പീപ്പിൾസ് പൾസ്, ആക്സിസ് മൈ ഇന്ത്യ എന്നീ ഏജൻസികളെല്ലാം UDF കേവല ഭൂരിപക്ഷം കടക്കുമെന്നാണ് പ്രവചിക്കുന്നത്. CPI-IMന്റെ നേതൃത്വം നൽകുന്ന LDF എല്ലാ കണക്കുകളിലും പിന്നിലാണെങ്കിലും മത്സരരംഗത്ത് ശക്തമായി തുടരാവുന്ന നിലയിലാണ് അവരുടെ സീറ്റ് നില പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മൊത്തത്തിൽ പരിശോധിച്ചാൽ വിവിധ പോളുകൾ UDFന് 72 മുതൽ 85 വരെ സീറ്റുകളാണ് നൽകുന്നത്. ഇത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 71 സീറ്റുകളേക്കാൾ മുകളിലാണ്. LDF 55 മുതൽ 65 സീറ്റുകളുടെ പരിധിയിൽ നിൽക്കുമ്പോൾ BJP നേതൃത്വം നൽകുന്ന NDA 0 മുതൽ 5 എന്ന നിലയിൽ വലിയ സ്വാധീനമില്ലാത്ത ശക്തിയെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ട് വൈബിൻ്റെ അടിസ്ഥാനത്തിൽ UDF 70 മുതൽ 80 സീറ്റുകൾ, LDF 58 മുതൽ 68 സീറ്റുകളുണ്ട്. മാട്രിക്സ് ആൻഡ് പീപ്പിൾസ് പൾസ് UDF 75 മുതൽ 85 സീറ്റുകൾ ലഭിക്കുമെന്നും JVC UDF 72 മുതൽ 84 സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നു. ആക്സിസ് മൈ ഇന്ത്യയിൽ UDFന് ഏറ്റവും വലിയ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. 78 മുതൽ 90 സീറ്റുകൾ വരെ. LDF 49 മുതൽ 62 സീറ്റുകൾ ഒതുങ്ങും എന്നും പറയുന്നുണ്ട്. എന്തായാലും എക്സിറ്റ് പോളുകൾ അത് ഫലം വരുമ്പോഴും അത് LDFന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും പിണറായി 3.0 നടക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്.